ഇടതും വലതും മനുഷ്യരൂപത്തിൽ നിൽക്കുന്ന രണ്ട് പോത്തുകൾ. ആ മനുഷ്യപ്പോത്തുകളുടെ തോളത്തിങ്ങനെ കൈവച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, നമ്മുടെ പിള്ളേര് കലാലയങ്ങളെ കലാപാലയങ്ങളാക്കുന്നവരെയാണ് കലാലയ മന്ത്രി ചേർത്തു പിടിക്കുന്നത്. മര്യാദയില്ലാത്ത ഒരു ഏർപ്പാടായി അതിനെ പലരും കാണും, ബോധമുള്ളവർ കാണും. സത്യത്തിൽ അത് മര്യാദക്കേടല്ല കേട്ടോ. പല പ്രായവും പദവിയും ഒക്കെ ഉണ്ടെങ്കിലും അവർ മൂവരും സഖാക്കളാണ്. സ്വാഭാവികമായും അവർക്ക് എന്തു മര്യാദകേടുകളും കാട്ടാം, എത്ര വലിയ വിവരക്കേടുകളും പറയാം. അതെന്തുകൊണ്ടാണെന്നാണ് പോങ്ങൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നിയ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യൻ സഹജീവിയെ കൊന്നാൽ അത് വധശിക്ഷ വരെ അർഹിക്കുന്ന പാതകമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒരു സഖാവ് സഹജീവിയെ കൊന്നാൽ അതൊരു പാതകമല്ല, പാർട്ടി പ്രവർത്തനമാണ്. സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ചുകൊണ്ട് പോലീസ് സേനയുടെ പാറാവ് സംരക്ഷണത്തിൽ രാപകൽ സുഖവാസ ജീവിതം നയിക്കുക, അതുപോലെ ആ ഘാതക സഖാവ് ജീവപര്യന്തം പ്രബുദ്ധ കേരളത്തിൻ്റെ ആദരവ് പേറുക, ഇങ്ങനെയൊക്കെയുള്ള ചില്ലറ പാരിതോഷികങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നത് മാത്രമാണ് ഒരു പാർട്ടി കൊല കൊണ്ട് ഘാതക സഖാവിന് സംഭവിക്കുന്ന ഏനക്കേടുകൾ. ഈശ്വരവിശ്വാസികളല്ലാത്തതിനാൽ മനസാക്ഷി കുത്തുപോലുമില്ലാതെ കൊല്ലാം, കക്കാം, കള്ളം പറയാം, കൊള്ള നടത്താം. നിങ്ങളൊരു സഖാവല്ല, മനുഷ്യനാണെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഇരുളിൻ്റെ മറവിൽ പോലും നിങ്ങൾ മോഷ്ടിക്കരുത്. എന്നാൽ നിങ്ങളൊരു പാർട്ടിക്കാരനാണെങ്കിൽ പട്ടാപ്പകൽ പോലും ഈ നാട് കൊള്ളയടിക്കാനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ പാർട്ടിക്കൂറരല്ലാത്ത ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയാൽ അത് കുറ്റകരമായിട്ടുള്ള സംഗതിയാണെങ്കിൽ പാർട്ടിപ്പറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് കണക്ക് പറഞ്ഞ് കൈക്കൂലി വാങ്ങാം. ശതമാനം തെറ്റാതെ പാർട്ടിക്കുള്ള വിഹിതം അങ്ങോട്ട് കൊടുക്കാൻ മറക്കരുതെന്ന് മാത്രം. അതായത് ഒരു പാർട്ടി നേതാവിനുള്ള എല്ലാ തസ്കരാധികാരങ്ങളും ഒരു സാധാ അണിയാനുമുണ്ട്. ഖജനാവിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള അവകാശം നേതാക്കൾക്ക് മാത്രമായി അങ്ങനെ അങ്ങോട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ പിടിച്ചുപറി, പോക്കറ്റടി, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, സാധാ കക്കൽ, കയ്യേറ്റം എന്നിങ്ങനെയുള്ള തസ്കര പ്രവർത്തനങ്ങളിലൂടെ അണിയാളന്മാർക്കും സമ്പന്നരാകാം. പക്ഷേ രണ്ട് കാര്യങ്ങൾ മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ, കുറച്ചല്ല, വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ പാർട്ടിക്ക് കൃത്യമായ വിഹിതം അത് ശതമാനം തെറ്റാതെ അങ്ങോട്ടേക്ക് കൊടുക്കണം. കക്കുന്നതിന്റെ ഒരു പങ്ക് അവിടെ എത്തണം. ഇനിയിപ്പോൾ കക്കാൻ അത്ര കണ്ട് താല്പര്യമില്ലാത്ത വല്ല സഖാക്കളും പെട്ടുപഴച്ച് അതിൽ പെന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ബക്കറ്റ് പിരിവ് നടത്താം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബൂർഷ്വ എന്ന് പറയുന്ന വിളി കേൾക്കാത്ത വിധം മാത്രമേ അണികൾ സമ്പന്നരാകാൻ പാടുള്ളൂ. അതായത് ബക്കറ്റ് പിരിച്ച് ബൂർഷ്വ ആയി കളയരുത്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഈ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഏത് നിലയിലുള്ള തസ്കര വേലകൾ എടുക്കാനും അണിയാളന്മാർക്ക് അവകാശമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പറയാതെ പോകാൻ പറ്റില്ല. അതായത് നമ്മുടെ ഈ ബലാത്സംഗത്തിലൊക്കെ കമ്പമുള്ള അണിയാളന്മാർക്കും ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാർട്ടി. അതായത് അനുവദനീയമായിട്ടുള്ള തീവ്രതയിൽ മാത്രമേ അണിയാളന്മാർ സ്ത്രീകളെ പീഡിപ്പിക്കാൻ പാടുള്ളൂ. പീഡന തീവ്രത പട്ടിക നമ്മുടെ UKG സെന്ററിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇന്ന തട്ടിലുള്ള പാർട്ടിക്കാർ ഇന്ന തീവ്രതയിൽ വേണം പീഡിപ്പിക്കാൻ. തീവ്രത കൂടിയ പീഡനം നടത്താനുള്ള അവകാശം ഗുഹ്യരോമ നരയരായിട്ടുള്ള മുന്തിയ കുക്കുട നേതാക്കൾക്ക് മാത്രമേ പാർട്ടി അനുവദിച്ച് നൽകിയിട്ടുള്ളൂ. നമ്മുടെ ശശിയണ്ണന്മാരെ പോലുള്ള ആളുകൾക്ക് മാത്രമേ അത് അനുവദിച്ച് നൽകിയിട്ടുള്ളൂ. പീഡന ഭാഗത കൈവരിച്ച അണിയാളന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏർപ്പാടും പാർട്ടിക്കകത്തുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് ഈ പാർട്ടിയിൽ ലഭ്യ കിട്ടുന്ന ഒന്നാന്തരം സഖാക്കന്മാരൊക്കെ കൂട്ടായിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നാള് ആ മഹാമാരി കാലത്ത് പ്രബുദ്ധ കേരളം നമ്മുടെ കോവിഡ് രോഗികളോട് ഒരുതരം ഐത്തം വെച്ച് പുലർത്തിയിരുന്നല്ലോ, അല്ലേ? എന്താ ഈ സാമൂഹിക അകലം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴാപ്പാട അകലം നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ സഹജീവികളെ. അപ്പോൾ അത്തരം ഐത്തം അവസാനിപ്പിക്കാനായി പാർട്ടിക്കാരനായിട്ടുള്ള ഒരു ആംബുലൻസ് ഡ്രൈവർ കോവിഡ് രോഗിണിയെ ആംബുലൻസിലിട്ട് അതിനിശിതമായി പീഡിപ്പിച്ചിരുന്നു. ഓർക്കുന്നില്ലേ അത്? ഈ തൊട്ടുകൂടായ്മ മാറ്റാൻ വേണ്ടി കോവിഡ് രോഗികളോടുള്ള സമൂഹത്തിന്റെ ആ ഐത്തം, ആ തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കാനായി ഈ ആംബുലൻസ് ഡ്രൈവർ രോഗിണിയായിട്ടുള്ള ഒരു കോവിഡ്കാരിയെ പീഡിപ്പിച്ചു. കോവിഡ് കാലത്ത് നാട്ടിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അനാചാരത്തിനെതിരെ കോവിഡ് രോഗിണിയിലേക്ക് ഷഡ്യൂരി എറിഞ്ഞ് കമഴ്ന്നപ്പോഴും ആ ആംബുലൻസ് ഡ്രൈവർ തീവ്രത വളരെ കുറച്ചുകൊണ്ട് പീഡന ഭാഗത കാട്ടിയതിനെ മാനിച്ചുകൊണ്ടാണ് അയാൾക്ക് മിത തീവ്ര പീഡക പുരസ്കാരം നൽകി പാർട്ടി ആദരിച്ചത്. കേട്ടറിവാണ്. എന്തായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എന്തു വൃത്തികേടുകൾക്കും ഉടമയെ അടിമഭേദം കൂടാതെ നേതാക്കളും അണിയാളന്മാരും വളരെ സമത്വ ബുദ്ധിയോടുകൂടിയാണ് പാർട്ടിയിൽ കഴിഞ്ഞുകൂടുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ വേർതിരിവ്. പറയാൻ വിട്ടുപോയി, ഒരു കാര്യത്തിൽ കൂടി നേതാക്കളും അണിയാളരും തമ്മിൽ ചെറിയൊരു വേർതിരിവുണ്ട് കേട്ടോ. അതായത് ഈ അമേരിക്കയോടുള്ള മനോഭാവത്തിൽ സ്വല്പം വ്യത്യസ്തത പുലർത്താൻ അണിയാളന്മാർ ബാധ്യസ്ഥരാണ്. അതായത് നേതാക്കളെ പോലെ തന്നെ അമേരിക്കയെയും മുതലാളിത്തത്തെയും ഒക്കെ വാതോരാതെ തെറി പറയാൻ അണിയാളന്മാർക്കും അവകാശമുണ്ടെങ്കിൽ കൂടി
മുതലാളിയാവാൻ അനുവദിക്കാത്തതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകാനും അണിയാളന്മാരെ പാർട്ടി അനുവദിക്കുന്നില്ല. ഒരണിയാളനെയും അനുവദിക്കുന്നില്ല. നേതാക്കന്മാരുടെ സ്ഥിതി പക്ഷെ മറിച്ചാണ്. ആസനത്തിൽ ഒരു അസ്വസ്ഥത വന്നാൽ പോലും പാർട്ടി നേതാവിന് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് ആസനവുമായി പായാം. വെള്ളക്കാരായിട്ടുള്ള ഡോക്ടർമാരുടെ മുന്നിൽ ചെന്ന് നാലുകാലിൽ നിന്നു മാത്രമേ അവൻ പിന്നെ രോഗവിശേഷം പറയാൻ മൂലം തുറക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു അലിഖിത നിയമം പോലും പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ളതാണ് പോകേണ്ട സംശയം. ഇത്തരം ഇരട്ടത്താപ്പുകളും കൊള്ളരുതായ്മകളും കൊള്ളത്തരങ്ങളും കൊലവേലകളും ഒക്കെയാണ് പാർട്ടിയുടെ അടിസ്ഥാന പദ്ധതികൾ. നെറികേടിലാണ് ഈ പാർട്ടിയെ, അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പിലാണ് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. മറ്റേത് നാട്ടിലാണെങ്കിലും ഒരു കൊലപാതകയ്ക്ക് ലഭിക്കുന്നത് എന്താവും? സംശയിക്കാനെന്തിരിക്കുന്നു? ശിക്ഷ, അല്ലേ? ശിക്ഷ കിട്ടും. തടവോ വധമോ ഒക്കെയായി കൊലപാതകി ശിക്ഷയ്ക്ക് ഇരപ്പെടും. എന്നാൽ നമ്മുടെ നാട്ടിലോ സ്വന്തം കൈകൊണ്ട് ഒരു സഹജീവിയെ നുറുക്കി കൊല്ലുന്നവന് നാടു ഭരിക്കാനുള്ള അവസരം വരെ ലഭിക്കും. രാപകൽ ഭേദം കൂടാതെ പോലീസിന്റെ സംരക്ഷണയിൽ ഒരു കൊലപാതകിക്ക് സുഖവാസ ജീവിതം നയിക്കാൻ കഴിയുന്ന നാട്ടിൽ ഒരു പാവം മണ്ടൻ ചട്ടമ്പി മന്ത്രിപുങ്കവനാവുന്നതോ ഇളം ചട്ടമ്പികളെ വാത്സല്യത്തോടുകൂടി എന്റെ പിള്ളേരെ എന്നൊന്ന് വിളിക്കുന്നതിലോ എന്ത് അപാകതയാണ് ഇരിക്കുന്നത്? അതിലെവിടാണ് അനൗചിത്യത്തിന്റെ പ്രശ്നമുള്ളത്? കള്ളന്മാർക്ക് കാവൽ തീർക്കുന്ന മാധ്യമങ്ങളും നീതി വിതരണശാലകളും അതുപോലെ തന്നെ പ്രതിപക്ഷ പ്രവർത്തകരുമുള്ള ഒരു നാട്ടിൽ യാതൊരു പ്രതിഷേധവും കൂടാതെ സകല അനീതികളും വളരെ ആത്മാർത്ഥമായി സഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു സമൂഹത്തിന് ഇതിലൊക്കെ വേവലാതി കൊള്ളാൻ എന്തിരിക്കുന്നു എന്നാണ് പോകന് മനസ്സിലാവാത്തത്. ഇവരാരും പിൻവാതിലൂടെ ഭരണപ്പുരയിൽ കയറി ഭരിപ്പ് തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഓട് പൊളിച്ചിറങ്ങി വന്നതുമല്ല ഭരണശാലയിലേക്ക്. നമ്മുടെ വോട്ടുകൾ കട്ടെടുത്തും അധികാരികളായതല്ല കേട്ടോ അവർ. അതും പറയണം. അവരായിരുന്നു കാര്യം ഖജനാവടക്കം കക്കുന്നുണ്ട്, നാട് കൊള്ളയടിക്കുന്നുണ്ട്. നമ്മുടെ വോട്ട് അവർ കട്ടിട്ടില്ല. ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചതാണ് അവരെ. ഖജനാവ് കക്കാൻ ഒരു അവസരം ചോദിച്ചു, അറിഞ്ഞു കൊടുത്തു, കട്ടോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. മറ്റവരുടെ കക്കലേക്കാൾ ഇവരുടെ കക്കലാണ് നല്ലത് എന്നുള്ള വിചാരത്തോട് കൊടുത്തു. എനിക്ക് ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സംശയം മാത്രമേ ഉള്ളൂ. അതായത് ഈ വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും ഒരേപോലെ വിവരദോഷികളാക്കി സമത്വപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. എത്ര വിദ്യാഭ്യാസമുള്ളവനും സ്കൂളിന്റെ പടി കാണാത്തവനും ഒരേ വിവരമാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇക്കണ്ട പ്രബുദ്ധ കേരളീയരെ എല്ലാം ഒറ്റയടിക്ക് അങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു സംശയമായിരിക്കും പോങ്ങന്റെ ഉള്ളിലുണ്ടായിരിക്കുക എന്ന് നിങ്ങൾക്ക് വിചാരിക്കും. നിങ്ങൾ ഒരു പക്ഷെ അങ്ങനെ വിചാരിക്കും. പക്ഷെ അതുമല്ല എൻ്റെ സംശയം. പ്രബുദ്ധരെ മണ്ടന്മാർക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റുക എന്നുള്ള സംശയമൊന്നും പോകുന്നില്ല. ഈ പന്നിയെലിയിൽ ഒട്ടും തന്നെ പന്നിയില്ലെന്നും അല്പം വലിയൊരു എലി മാത്രമാണ് പന്നിയെലിയെന്നും എനിക്ക് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് പ്രബുദ്ധ മലയാളികളെ മണ്ടന്മാർക്ക് പോലും പറ്റിക്കാൻ പറ്റും എന്നുള്ള കാര്യവും നല്ല നിശ്ചയം എനിക്കുണ്ട്. എന്റെ സംശയം ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നാണ്. എപ്പോഴാണ്, ഏത് പ്രായത്തിലാണ് ഒരു മനുഷ്യനായി ജനിച്ച ഒരു കുഞ്ഞിനെ സൈദ്ധാന്തിക സുന്നത്ത് കഴിപ്പിച്ച് അവനെ സഖാവാക്കി വിടുന്നത് സമൂഹത്തിലേക്ക്? അതെപ്പോഴാണ്? സൈദ്ധാന്തിക സുന്നത്ത് കഴിഞ്ഞ ഒരു മനുഷ്യനാണല്ലോ സഖാവ്, അല്ലെ? സൈദ്ധാന്തിക സുന്നത്ത് കഴിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് സഖാവ്. സഖാക്കൾ ഭൂരിപക്ഷമാകുന്ന നാട്ടിൽ വിവേകം മാത്രമാണ് അനൗചിത്യമാകുന്നത്, അല്ലെങ്കിൽ വിവേകികൾ മാത്രമാണ് പാതകികൾ. വിവരമുണ്ടാവുന്നതാണ് അധിക്ഷേപാർഹമായിട്ടുള്ള കുറ്റം. ഏത് കിട്ടിയോ? എന്തായാലും സംഘികളുടെ ഭാരതാംബയെ കൊണ്ട് കമ്മിക്കുട്ടികൾ രക്ഷിച്ചെടുക്കുന്നത് അവരുടെ ആരോഗ്യ ദേവതയാണ്. നമ്മുടെ വീണ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, രോഗികളുടെ മേളിലേക്ക് വീണ മെഡിക്കൽ കോളേജ്. ആ വീണ മെഡിക്കൽ കോളേജിന്റെ കാര്യം പോലും നമ്മൾ മറന്നുപോയി. ആരോഗ്യ ദേവതയുടെ പിടിപ്പുകേട് നമ്മൾ മറന്നുപോയി. പിന്നെയോ മതേതര കുട്ടികളുടെ ഉച്ചപ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് കാപ്പിരിക്കുട്ടികളുടെ കലാലയം നേരത്തെ വലിച്ചു നീട്ടൽ, ആ സംഭവമില്ലേ? അത് മറന്നുപോയില്ലേ? നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ആരും മിണ്ടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല, ആലോചിക്കുന്നില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല, പരാതിയില്ല, പരിഭവമില്ല. നാറിത്തരമാണ് കാണിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നമ്മളത് സഹിക്കുന്നുണ്ട്, അന്തസ്സായി സഹിക്കുന്നുണ്ട്. മതേതരത്വത്തിന് കേടുപാട് സംഭവിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് പ്രബുദ്ധരും മതേതരരുമായിട്ടുള്ള സകല മലയാളികളും കൂടി ഗംഭീരമായിട്ടെല്ലാം സഹിക്കുന്നുണ്ട്. എത്ര നശിച്ചു നാറിയ കമ്മി കേരളം! എത്ര നശിച്ചു നാറിയ കമ്മി കേരളം! എത്ര പടുപരട്ടകളായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ!
എത്ര നശിച്ചു നാറിയ കമ്മി കേരളം, എത്ര പടുപരട്ടകളായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ. ഒന്നും പറയാനില്ല, എല്ലാവരോടും സ്നേഹം. നിങ്ങൾക്കെല്ലാം തെറ്റുകുറ്റങ്ങൾ കൂടാതെ നല്ല പിടിപ്പത് നന്മകൾ മാത്രം സംഭവിക്കട്ടെ. പോങ്ങനെ ഈ സംസാരം ഇവിടെ നിർത്തി. അടുത്ത വിഷയത്തിലൂടെ നമുക്ക് നാളെ വീണ്ടും കാണാം. പോങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ പരിസരത്തൂടെ നടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പോങ്ങൻ്റെ വീഡിയോ കാണാൻ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ സംസാരം കേൾക്കാൻ നിൽക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കേട്ടുപോയാൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി പറയാണ്, വരൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പോകൂ. കാണുന്നുണ്ടെങ്കിൽ കേൾക്കാതിരുന്ന് കാണണം. മൊബൈൽ ഫോണിൽ പോങ്ങൻ്റെ സംസാരം തീർച്ചയായിട്ടും ഒന്ന് പ്ലേ ചെയ്തെടുക്കുക. കേൾക്കാതിരിക്കുക, മ്യൂട്ട് ചെയ്ത് ഫോൺ മാറ്റിവെക്കുക. ആ വീഡിയോ തീർന്നു എന്ന് മനസ്സിലാകുമ്പോൾ, പോങ്ങൻ്റെ വീഡിയോ, പോങ്ങൻ്റെ സംസാരം തീർന്നു എന്ന് ഉറപ്പാകുന്ന നിമിഷം ഫോൺ എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ രീതികൾക്ക് ഉപയോഗിക്കുക. എനിക്കൊരു ഉപകാരം, നിങ്ങൾക്ക് പുണ്യം. നല്ലത് മാത്രം നമുക്കെല്ലാം വരട്ടെ. നിർത്തുന്നു. എന്താ കമ്മി കേരളത്തിൻ്റെ ആ ഒരു ഭാവി? എത്ര മനോഹരമായ ഒരു ഭാവിയിലേക്കാണ് നമ്മൾ അടിവെച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ വന്ന് ചാവണോ, അറ്റാക്ക് വന്ന് ചാവണോ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ്. ഇടത് വേണോ വലത് വേണോ, രണ്ടായാലും നാശമാണ്. ഏത് നാശം വേണം എന്ന് മാത്രം തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ മലയാളികളെ സംബന്ധിച്ച്. മറ്റൊരാലോചനയുമില്ല. അതിജീവിക്കണം എന്നൊരു ബുദ്ധിയൊന്നുമില്ല. ക്യാൻസർ വന്ന് ചത്താലും അറ്റാക്ക് വന്ന് പോകരുത് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് ചത്താലും വേണ്ടില്ല ക്യാൻസർ വരരുത് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ചിന്തയാണ് മലയാളികൾക്കുള്ളത്. ആ ചിന്തയുടെ പേരാണ് മതേതരത്വം എന്നത്. കിട്ടിയോ?